Good morning. In taxonomy and systematics, we are grouping the organisms into different taxa. Now, in this class, we are discussing the different taxonomic categories. So, the next is taxonomic categories. ഇന്നെന്താ നമുക്ക് പഠിക്കേണ്ടത്? ടാക്സോണമിക് കാറ്റഗറീസ്. എന്തായിരിക്കും ടാക്സോണമിക് കാറ്റഗറീസ്? കാറ്റഗറി ഈസ് എ പാർട്ട് ഓഫ് ഓവറോൾ ടാക്സോണമിക് അറേഞ്ച്മെന്റ്സ് ആൻഡ് ഈസ് കോൾഡ് ടാക്സോണമിക് കാറ്റഗറി. And all categories together constitute the ടാക്സോണമിക് ഹൈറാർക്കി. ഓരോ കാറ്റഗറിയെയും ടാക്സോണമിക് കാറ്റഗറി എന്ന് പറയും. നമ്മൾ ഈ സിസ്റ്റമാറ്റിക്സിൽ അല്ലെങ്കിൽ ടാക്സോണമിയിൽ തിരിക്കുന്ന ഓരോ ഗ്രൂപ്പ്, ഓരോ കാറ്റഗറി, ഓരോ ടാക്സ, അതിനൊക്കെ ടാക്സോണമിക് കാറ്റഗറി എന്ന് പറയും. അങ്ങനെ ഒരുപാടെണ്ണം ഉണ്ടായിരിക്കും. There are many taxonomic categories. All these are termed as taxonomic hierarchy. ടാക്സോണമിയിൽ വ്യത്യസ്തമായ ടാക്സണുകളാക്കി തിരിക്കും. ആ ഓരോ ടാക്സണിനും ടാക്സോണമിക് കാറ്റഗറി എന്ന് പറയും. അങ്ങനെ വ്യത്യസ്തമായ ടാക്സോണമിക് കാറ്റഗറികൾ ഉണ്ടായിരിക്കും. ആ കാറ്റഗറികളെ എല്ലാം ചേർത്തുകൊണ്ട് ടാക്സോണമിക് ഹൈറാർക്കി എന്നും പറയും. അല്ലേ? എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് എന്താ, ടാക്സോണമിയിൽ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാവും. ആ ഗ്രൂപ്പുകളെയൊക്കെ ടാക്സോണമിക് കാറ്റഗറി എന്ന് പറയും. ആ ഗ്രൂപ്പുകളെയൊക്കെ ഒരു ക്ലിയർ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് ടാക്സോണമിയിൽ നമ്മൾ പഠിക്കുക. ആ അറേഞ്ച്മെൻറ്റുകൾക്കാണ് ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറയുക. ഈച്ച് കാറ്റഗറി റെപ്രസെൻറ്റ് എ റാങ്ക്. ഈച്ച് കാറ്റഗറി റെപ്രസെൻറ്റ് എ റാങ്ക് ആൻഡ് ഈസ് ടേംഡ് ആസ് ടാക്സൺ ആൻഡ് ഈസ് ദി യൂണിറ്റ് ഓഫ് taxonomy or classification. So the unit of classification is taxon. അതിൻ്റെ പ്ലൂരലാണ് ടാക്സൺ. ഓരോ കാറ്റഗറിയും ഓരോ റാങ്ക് കൂടിയാണ്. റിമെമ്പർ ഇറ്റ്. ടാക്സോണമിയിൽ ജീവികളെ വ്യത്യസ്തമായ ഗ്രൂപ്പുകളായിട്ട് ഇങ്ങനെ തിരിക്കല ചെയ്യുക. അവയൊക്കെ ഒരു റാങ്ക് രൂപത്തിലുമായിരിക്കും ഓരോ ഗ്രൂപ്പ്. അതാണ് ഈച്ച് കാറ്റഗറി റെപ്രസെൻറ്റ് എ റാങ്ക് എന്ന് പറയുന്നത്. ആ കാറ്റഗറിക്കാണ് അല്ലെങ്കിൽ റാങ്കിനാണ് ടാക്സ അല്ലെങ്കിൽ സിംഗുലർ ടാക്സൺ എന്ന് പറയുക. ഈ ടാക്സൺ ആണ് ക്ലാസിഫിക്കേഷൻ്റെ യൂണിറ്റ്. അതും ഓർത്തിരിക്കുക. യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓർ യൂണിറ്റ് ഓഫ് ടാക്സോണമി ഈസ് ടാക്സൺ. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് SSLC പരീക്ഷയിൽ ഓരോ വിഷയത്തിൻ്റെയും മാർക്ക് എന്ന് പറയുന്നത് ഓരോ കാറ്റഗറി ആണല്ലോ, അല്ലേ? A+, A, B+, B ഇങ്ങനെയുള്ള കാറ്റഗറിയാണ്. ഇതിൽ ബയോളജിക്ക് A+ കിട്ടിയവർ എണീറ്റ് നിൽക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും എണീറ്റ് നിൽക്കും, അല്ലേ? ആ A+ എന്ന് പറയുന്ന കാറ്റഗറി വെറും ഒരു ഗ്രൂപ്പ് മാത്രമല്ല, അതൊരു റാങ്കും ആണല്ലോ, അല്ലേ? ദാറ്റ് ഈസ് ദി ടോപ്പ് മോസ്റ്റ് റാങ്ക് above the A, above the B+, etc. ഇതേപോലെ ടാക്സോണമിയിലെ ഓരോ ടാക്സണുകളും ഓരോ റാങ്ക് കൂടിയായിരിക്കും. നമ്മൾ ഈ കാറ്റഗറീസ് ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. സോ ഈച്ച് category represent a rank and is
represented by taxon and is the unit of classification. Clear ആയില്ലേ? Organisms are placed in different categories based on the characters, which helps in identifying the similarities and dissimilarities among the individuals of the same kinds of organism or other kinds of organisms. ടാക്സോണമിയിൽ വ്യത്യസ്തമായ ജീവികളെ വ്യത്യസ്തമായ കാറ്റഗറിയിൽ പെടുത്തുന്നത് അവയുടെ ക്യാരക്ടറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ക്യാരക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഗ്രൂപ്പിലെ ജീവികളെയും മറ്റേ ഗ്രൂപ്പിലെ ജീവികളുടെയും സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും സെയിം ക്യാരക്ടേഴ്സും ഡിഫറെൻ്റ് ക്യാരക്ടേഴ്സും നമുക്ക് കണ്ടെത്താനും പറ്റും. അപ്പം ജീവികളുടെ ക്യാരക്ടേഴ്സ് ലിസ്റ്റ് ചെയ്തുകൊണ്ട് അവ തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസിൻ്റെയും അടിസ്ഥാനത്തിലാണ് ജീവികളെ വ്യത്യസ്തമായ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുത്തുന്നത്. അതിപ്പോൾ ഏതിലാണെങ്കിലും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ? നിങ്ങളെ A+ ഉൾപ്പെടുത്തിയത് എങ്ങനെയാ? നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ബേസ് ചെയ്തുകൊണ്ട്. മറ്റുള്ളവരെ എങ്ങനെ ഉൾപ്പെടുത്തിയത്? അവർക്ക് കിട്ടിയ മാർക്കും നിങ്ങൾക്ക് കിട്ടിയ മാർക്കും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. നിങ്ങളിൽ എല്ലാവർക്കും ഒരേ മാർക്കല്ല കിട്ടിയത് അല്ലേ? 90 മുതൽ 100% വരെ കിട്ടിയവരെ എല്ലാം കൂടെ ഒന്നിലാക്കി. അവരൊക്കെ ഏറെക്കുറെ സിമിലർ മാർക്ക് കിട്ടിയവരാ, അതുകൊണ്ട് അവരെ A+. എന്നാൽ അതിൻ്റെ താഴെ 80 മുതൽ 89 വരെ ആയപ്പം അവരെ ഇതിൽ പെടുത്താൻ പറ്റൂല. അതുകൊണ്ട് കുറച്ച് വ്യത്യാസമുണ്ട് അവരെഴുതിയ ആൻസറും നിങ്ങൾ എഴുതിയ ആൻസറും. അതുകൊണ്ട് അവരെ വേറെ കാറ്റഗറിയിൽ അവർ നിങ്ങൾ A+. ഇതേപോലെയാണ് ടാക്സോണമിയിൽ ജീവികളെയും വ്യത്യസ്തമായ ടാക്സയിൽ കാറ്റഗറിയിൽ തിരിക്കുക. There are some common categories in classification. Now we are discussing that common categories of taxonomy. The first one is species. ഏതൊന്നാമത്തത്? സ്പീഷീസ്. Group of individual organisms with fundamental similarities is called species. This is the lowest taxa in the classification. It is the lowest category in the classification. Species എന്ന് പറഞ്ഞാൽ എന്താ? It is a group of organisms. ജീവികളുടെ ഒരു കൂട്ടാണ്. എന്താ കൂട്ടത്തിൻ്റെ പ്രത്യേകത? വിത്ത് സിമിലർ ഫണ്ടമെൻ്റൽ ക്യാരക്ടേഴ്സ്. ബേസിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ അവർക്ക് സെയിം ആണ്. അപ്പോൾ സെയിം ഫണ്ടമെൻ്റൽ ക്യാരക്ടേഴ്സ് ഉള്ള ജീവികളുടെ കൂട്ടത്തിനാണ് സ്പീഷീസ് എന്ന് പറയുക. ഇതാണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള കാറ്റഗറി. One species can be differentiated or distinguished from the closely related other species based on distinct morphological characters. ഒരു സ്പീഷീസിനെ അതിൻ്റെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സ്പീഷീസിൽ നിന്ന് വ്യത്യസ്തമാവുന്നത്, തിരിച്ചറിയാൻ പറ്റുന്നത് അവയുടെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിലുള്ള ഡിഫറൻസ് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പം ഇതാണ് ടാക്സോണമിക് കാറ്റഗറിയിലെ ഒന്നാമത്തെ കാറ്റഗറി അല്ലെങ്കിൽ ടാക്സൺ എന്ന് പറയുന്നത് സ്പീഷീസ്. ഒരേപോലെയുള്ള ജീവികളുടെ കൂട്ടത്തിനാണ് സ്പീഷീസ് എന്ന് പറയുക. എക്സാമ്പിൾ, Panthera leo, the scientific name of
ലയൺ, ലിയോ. അപ്പൊ പാന്തറ ലിയോ അല്ലെങ്കിൽ ലിയോ എന്ന് പറയുന്ന സ്പീഷീസില് ലയൺസ് തന്നെ ഉണ്ടാവുള്ളൂ. ദെൻ പാന്തറ ടൈഗ്രിസ്, ടൈഗറിന്റെ സയന്റിഫിക് നെയിം. ടൈഗറിന്റെ സ്പീഷീസിനാണ് ടൈഗ്രിസ് എന്ന് പറയാം. അതിലാരുണ്ടാവുക? ടൈഗേഴ്സ് മാത്രം. പാന്തറ പാർഡസ്, ലെപ്പേർഡിന്റെ സ്പീഷീസ് ആണ് പാർഡസ്. അതിൽ ലെപ്പേർഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ മാഞ്ചിഫറ ഇൻഡിക്ക, അതിൽ മാംഗോ ട്രീസ് മാത്രം. സൊളാനം ട്യൂബറോസം, പൊട്ടറ്റോയുടെ സയന്റിഫിക് നെയിമാണ്. അപ്പം അതിൽ പൊട്ടറ്റോ മാത്രം. ഇതിനാണ് സ്പീഷീസ് എന്ന് പറയുക. ദെൻ ദി സെക്കൻഡ് ടാക്സൺ ഈസ് ജീനസ്. ഏതാ രണ്ടാമത്തത്? ജീനസ്. ജെനേറ എന്നും പറയും. ജീനസ്. ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ഈസ് കോൾഡ് ജീനസ്. ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസുകളുടെ കൂട്ടങ്ങൾക്കാണ് ജീനസ് എന്ന് പറയാം. ഇപ്പോൾ ലയൺ, ടൈഗർ, ലെപ്പേർഡ് ഇവരൊക്കെ വ്യത്യസ്തമായ സ്പീഷീസാ അല്ലേ? പക്ഷേ there are many similarities among these species. ഇവർക്കിടയിൽ ഒരേപോലുള്ള ഒരുപാട് സ്വഭാവങ്ങളുണ്ട്. So they are placed in higher category, the genus. The genus is Panthera. So the genus Panthera include lions, tigers, leopard. What about cat? കാറ്റും ഏറെക്കുറെ അതേപോലെ തോന്നും അല്ലേ? പക്ഷെ വ്യത്യാസമില്ലേ? ഉണ്ട്. സോ കാറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ അനദർ ജീനസ്, ദാറ്റ് ഈസ് ഫെലിസ്. ഇപ്പൊ കാറ്റിനെ വേറെ ഒരു ജീനസ് ആക്കി. എന്നാൽ ഒരേപോലെയുള്ള സ്വഭാവങ്ങൾ കാണിക്കുന്ന സ്പീഷീസുകളെ ഒരൊറ്റ ജീനസ്. പൊട്ടറ്റോ ആൻഡ് ബ്രിഞ്ചാൾ belongs to the same genus Solanum. പ്ലാന്റ്സിൽ സൊളാനം എന്ന് പറയുന്ന ജീനസിലാണ് പൊട്ടറ്റോയും അതുപോലെ വഴുതനയും ഒക്കെ ഉൾപ്പെടുത്തിയത്. കാരണം അവ തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് കാണാൻ പറ്റും. അപ്പോൾ ഒരേപോലെ തോന്നിക്കുന്ന സ്പീഷീസുകളെ ഒരുമിച്ച് ചേർത്ത ഗ്രൂപ്പുകൾക്കാണ് ജീനസ് എന്ന് പറയുക. എക്സാമ്പിൾ ആണ് ദി ജീനസ് പാന്തറ ഇൻക്ലൂഡിങ് ലയൺ, ടൈഗർ, ലെപ്പേർഡ്. ദി ജീനസ് സൊളാനം ഇൻക്ലൂഡിങ് പൊട്ടറ്റോ ആൻഡ് ബ്രിഞ്ചാൾ. ബ്രിഞ്ചാൾ എന്ന് പറഞ്ഞാൽ എന്താ? വഴുതന. Then the third category is family. Which one is the third one? Family. Family is a group of related genus. ഇനി വ്യത്യസ്തമായ ജീനസുകളെ നമ്മൾ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ ചില ജീനസുകൾ തമ്മിൽ നല്ല ബന്ധം ഉണ്ടാവും. അതിലെ മെമ്പേഴ്സ് തമ്മിൽ കുറേ സിമിലാരിറ്റീസ് ഉണ്ടാവും. അങ്ങനെ സിമിലാരിറ്റി ഉള്ള ജീനസുകളുടെ കൂട്ടത്തിനാണ് ഫാമിലി എന്ന് പറയുക. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു പാന്തറ ഈസ് എ ജീനസ്, ജീനസ് ഓഫ് ടൈഗർ, ജീനസ് ഓഫ് ലയൺ, ജീനസ് ഓഫ് ലെപ്പേർഡ്. പാന്തറ എന്ന് പറയുന്നത് സിംഹം, കടുവ, ലെപ്പേർഡ് ഇതിൻ്റെയൊക്കെ ജീനസാണ്. ഫെലിസ് എന്ന് പറയുന്നത് കാറ്റുകളൊക്കെ ഉൾപ്പെടുന്ന ജീനസുമാണ്. ഈ കാറ്റുകളെയും പൂച്ചകളെയും അതുപോലെ ടൈഗേഴ്സിനെയൊക്കെ നോക്കിയാൽ നമുക്ക് ഒരേപോലുള്ള ഒരുപാട് സ്വഭാവങ്ങൾ കാണാൻ പറ്റും.
ഇവിടെ നിങ്ങൾ ക്യാരക്ടേഴ്സ്, സ്വഭാവം എന്ന് പറയുമ്പം ശ്രദ്ധിക്കേണ്ടത് നല്ല സ്വഭാവം ചീത്ത സ്വഭാവം അതല്ല. സ്വഭാവം എന്ന് പറഞ്ഞാൽ ഫീച്ചേഴ്സ് ആണ്. അവയുടെ ഷേപ്പ്, സ്ട്രക്ചർ, അവരുടെ ബിഹേവിയർ, കളറ്, സ്കിന്ന്, ഹെയർ, ഇയർ പിന്ന, കണ്ണുകൾ, ഇതൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്വഭാവങ്ങൾ എന്ന് പറയുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ ടൈഗറും കാറ്റും അല്ലേ ഒരുപാട് സിമിലാരിറ്റീസ് നമുക്ക് കാണാൻ പറ്റും. പൂച്ചകളെ നോക്കിയാൽ ടൈഗറിൻ്റെ കുട്ടികളാന്ന് നമുക്ക് തോന്നും. അതുകൊണ്ടാണ് ടൈഗറിൻ്റെ പാന്തറയും പൂച്ചയുടെ ഫെലിസും നമ്മൾ ഫെലിഡേ എന്ന് പറയുന്ന ഒരു ഫാമിലിയിൽ പെടുത്തിയത്. അതുപോലെ ദി ഫാമിലി ഓഫ് ഡോഗ് ഈസ് കാനിഡി. ഡോഗ്സിൻ്റെ ഫാമിലിക്ക് കാനിഡി എന്ന് പറയും. അല്ലേ, ഡോഗ്സിനെ അതിൽ പെടുത്തിയില്ല. കാരണം ഡോഗ്സ്, ഫോക്സ് ഒക്കെ കാറ്റിൽ നിന്ന് വ്യത്യാസമുള്ളതാണ്. അവർക്ക് വേറെ ഫാമിലി. ഇൻ ദി സെയിം വേ പൊട്ടറ്റോ ആൻഡ് ബ്രിഞ്ചാൾ ആർ പ്ലേസ്ഡ് ഇൻ ദി സെയിം ഫാമിലി സോളനേസിയ. അതുപോലെ പ്ലാന്റ്സിൽ പൊട്ടറ്റോ, അതുപോലെ ബ്രിഞ്ചാൾ, വഴുതന, ഇതിനൊക്കെ ഒരു ഫാമിലിയിലാണ് പെടുത്തിയത്. ദാറ്റ് ഫാമിലി ഈസ് ദി സോളനേസിയ. Then next is the fourth one, and it is the order. So what is order? Group of related families are called order. ഒരേപോലുള്ള ഫാമിലീസിൻ്റെ ഗ്രൂപ്പിനാണ് ഓർഡർ എന്ന് പറയുക. ഓർഡർ കാർണിവോറ ഇൻക്ലൂഡ് ബോത്ത് the family Felidae and Canidae. That is dogs, cats, foxes, then leopard, tiger, lion, etc. are coming under the same order, carnivora. Carnivora എന്ന് പറഞ്ഞാൽ എന്താ? മാംസബുക്കുകൾ. അപ്പൊ ഇതിൽ ഡോഗ്സിനും കാറ്റിനും ഒക്കെ മാംസബുക്കുകളാവാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്ട്രക്ചേഴ്സ് അവയുടെ ബോഡിയിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് അവരൊക്കെ ഒരേ ഓർഡറിൽ പെടുത്തി. ദാറ്റ് ഈസ് ദി കാർണിവോറ. എമംഗ് ദി പ്ലാന്റ്സ് വൺ ഓർഡർ ഈസ് പോളിമോണിയൽസ്. ദാറ്റ് പോളിമോണിയൽസ് ഇൻക്ലൂഡ് ദി റിലേറ്റഡ് ഫാമിലീസ് ലൈക്ക് സോളനേസിയ ആൻഡ് കൺവോൾവുലേഷ്യ. സോ ദിസ് ഈസ് അബൌട്ട് ദി order. Then the next category, the fifth one is class. So what is class? Group of related order. ഒരേ പോലെ റിലേറ്റഡ് ആയിട്ടുള്ള ഓർഡറിന്റെ ഗ്രൂപ്പിനാണ് ക്ലാസ് എന്ന് പറയുക. So the order Carnivora consists of the tigers, lions, cats, dogs, etc. and the order Primata, consisting of human beings, monkeys, then gorilla, chimpanzee, etc. are coming under the same class, Mammalia. Human beings, monkeys, ചിമ്പാൻസി, ഗിബൺസ്, ഇവരൊക്കെ നിങ്ങളറിയില്ലേ? നിങ്ങളെ റിലേറ്റീവ്സ് ആയിരിക്കും. അതുകൊണ്ട് ഇവരൊക്കെ പോലെ ഒരൊറ്റ ഓർഡറിലാണ്. ആ ഓർഡറിനാണ് പ്രൈമേറ്റ എന്ന് പറയുക. നേരത്തെ നമ്മൾ പറഞ്ഞു ടൈഗറും ലയണും കാറ്റും ഡോഗും ഒക്കെ വേറൊരു ഓർഡറിലാണ്. അതിനാണ് കാർണിവോറ എന്ന് പറയുക. ഈ കാർണിവോറയും അതുപോലെ പ്രൈമേറ്റയും ഒരേ ക്ലാസ്സിലാണ് പെടുക. അതായത് ക്ലാസ് ഈസ് ദി Mammalia, because they have some similar characters, like they have ear pinna, they have hairs in the body, they are giving birth to young ones, and they are giving milk to their young ones. നിങ്ങൾ സസ്തനികൾ എന്ന് പറഞ്ഞ് പഠിച്ചേക്കും. അതിൽ നമ്മളും പെടും, കാറ്റും പെടും അല്ലേ? അതിൽ മങ്കീസും പെടും,
ഡോങ്കീസ് പെടും. ഇതാണ് ക്ലാസ് എന്ന് പറയുന്നത്. ദെൻ ദി നെക്സ്റ്റ് ഈസ് സിക്സ്ത് വൺ ഈസ് ഫൈലം or division. In animals, this category is called phylum, but in plants, this category is called division. ഇവിടെ വരുമ്പോൾ മാത്രം ആനിമൽസിൽ ഫൈലം എന്നും പ്ലാന്റ്സിൽ ഡിവിഷൻ എന്നും പറയും. സോ വാട്ട് ഈസ് ഫൈലം? ദി ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ക്ലാസ്സസ്, അല്ലേ? ദെൻ വാട്ട് ഈസ് എ ഡിവിഷൻ? The group of related classes among plants. Thus, fishes, amphibia, the class of frogs, reptilia, the class of lizards, then birds and mammalia are coming under the same phylum Chordata. നമ്മൾ അതുപോലെ ബേർഡ്സ്, സ്നേക്സ്, ഫ്രോഗ്, ഫിഷ്, ഇവരൊക്കെ നമ്മൾ നോക്കിയാൽ കുറച്ച് കോമൺ ഫീച്ചേഴ്സ് അവയിൽ കാണാൻ പറ്റും. അവർക്കൊക്കെ നെട്ടെല്ലുണ്ട്, അല്ലേ? അവർക്കൊക്കെ സ്പൈനൽ കോഡ് ഉണ്ട്. അതുകൊണ്ട് അവരെ ഒരു ഫൈലത്തിൽ പെടുത്തിയതാണ് കോഡേറ്റ. അതില്ലാത്തവർ വേറെ ഫൈലത്തിൽ. ഇതാണ് ഫൈലം ഡിവിഷൻ. ദെൻ ദി ലാസ്റ്റ് കാറ്റഗറി ഈസ് കിങ്ഡം. Kingdom. All animals coming under different phyla are placed in the kingdom Animalia. All plants coming under different divisions are placed in the kingdom Plant. ഇവിടെ എത്തിയപ്പോൾ എല്ലാ ആനിമൽസും പെടും, പക്ഷേ പ്ലാന്റ്സ് പെടൂല. വ്യത്യസ്ത ഫൈലത്തിൽപ്പെട്ട എല്ലാ ആനിമൽസിനെയും ഒരു ഗ്രൂപ്പാക്കി തിരിച്ചു. ദാറ്റ് ഈസ് കിങ്ഡം ആനിമാലിയ. വ്യത്യസ്തമായ ഡിവിഷനിൽപ്പെട്ട എല്ലാ പ്ലാന്റ്സുകളെയും, എന്ന് വെച്ചാൽ എല്ലാ പ്ലാന്റ്സും പെടും, അവയുടെ കിണ്ടത്തിനാണ് പ്ലാന്റ് എന്ന് പറയും. അപ്പം ഇവിടെ വരുമ്പോൾ കുറച്ച് മാത്രം ഒന്നോ രണ്ടോ കോമൺ ഫീച്ചേഴ്സ് ഉണ്ടാവും, ബേസിക് ആയിട്ട് ബാക്കിയൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇതാണ് കിങ്ഡം എന്ന് പറയും. സോ കിങ്ഡം ഈസ് ദി ഹയസ്റ്റ് കാറ്റഗറി. ലോവസ്റ്റ് കാറ്റഗറി ഏതാണെന്ന് പറഞ്ഞത്? സ്പീഷീസ്. കിങ്ഡം ഈസ് ദി ഹയസ്റ്റ് കാറ്റഗറി. So these are the 7 basic taxonomic categories: species, genus, family, order, class, phylum or division, and kingdom. All these also possess subdivisions like subspecies, subgenus, subfamily, subphylum, etc. But these are the main basic 7. You have to know these 7 categories in the order, both in descending order and ascending order, from species to kingdom and from kingdom to species. ഇത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പരീക്ഷയ്ക്ക് ഇത് ഇടയ്ക്ക് ചോദിക്കുന്നതാണ്. സിമ്പിളല്ല. ഈ 7 പഠിച്ചു വെച്ചാൽ മതി. എങ്ങനെ പഠിച്ചു വെക്കണം? ഓർഡറിനെ പഠിച്ചു വെക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇതിലൊരു 4-5 സ്പ്രെഡ് ചെയ്ത് തരും. നിങ്ങളോട് അവയെ ഓർഡർ ആക്കാൻ പറയും. അല്ലെങ്കിൽ ഇത് ഫ്ലോ ചാർട്ടായിട്ട് തന്നിട്ട് ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ട് തരും. നിങ്ങളോടത് ഫില്ല് ചെയ്യാൻ പറയും. എങ്ങനെയായാലും ഈ 7 ഓർഡറിൽ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതിൽ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നൊരു പാർട്ടാണ്. മറക്കൂലല്ലോ? ഇപ്പം തന്നെ പഠിച്ചില്ലേ? ഒന്ന് പറഞ്ഞാൽ 7. ഫ്രം സ്പീഷീസ് ടു കിങ്ഡം പറയൂ. യെസ്, സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ ആൻഡ് കിങ്ഡം. ദെൻ ഫ്രം കിങ്ഡം ടു സ്പീഷീസ്, കിങ്ഡം, ഫൈലം ഓർ ഡിവിഷൻ, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ് ആൻഡ് സ്പീഷീസ്.
Then observe this diagram in which you can see the 7 basic categories in the ascending order. Then along with this, we have to know the 7 taxa of 4 organisms, 2 animals and 2 plants. 2 animals are the human being and housefly. 2 plants are the mango tree and the wheat. So look into the table. The first one is Homo sapiens. That is the scientific name of, yes, human beings. So from that scientific name, we can detect the species and genus. From Homo sapiens, the species is sapiens and Homo is genus. Then hominidae is the family, Primata is the order, Mammalia is the class, Chordata is the phylum, and Animalia the kingdom. Then the second example is housefly, Musca domestica. The housefly, കണ്ടിട്ടുണ്ടോ? എന്താണ്? ഈച്ച. കണ്ടിട്ടുണ്ടോ എല്ലാവരും? എത്ര ചിറകുണ്ട് അതിന്? 2, 4. Then ഇനി വേറെ ആൻസർ ഉണ്ടോ? അപ്പം വ്യത്യസ്തമായ ഈച്ചകളെ കണ്ടുവരുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് കൃത്യമായിട്ട് ഈച്ചയെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് എത്ര ചിറകുണ്ടെന്ന് നോക്കുകൊണ്ട് കേട്ടാ. So the scientific name is Musca domestica. So species is domestica, genus is Musca, family Muscida, order Diptera, class Insecta, phylum Arthropoda, and kingdom Animalia. The third example is the plant mango tree Mangifera indica. Indica is the species, Mangifera genus. Anacardiaceae is the family. Sapindales is the order. Then Dicotyledon is the class. Angiospermae is the division and Plantae is the kingdom. Fourth example, wheat Triticum aestivum. The wheat എന്ന് പറഞ്ഞാൽ yes, ഗോതമ്പ് ചെടി. Triticum aestivum, Triticum, Poaceae, Pulse, Monocotyledon, Angiospermae and Plantae. So these are the 4 examples. So this is also important for examination. ഈ 4 എക്സാമ്പിൾ ഇതുപോലെ ഒരെണ്ണത്തിൻ്റെത് ഈ ബേസിക് കാറ്റഗറി സ്പ്രെഡ് ചെയ്ത് തരുന്നത് പോലെ അവിടെയും സ്പ്ലിറ്റ് ചെയ്ത് തരും. നിങ്ങളോടത് ഓർഡറിലാക്കാൻ പറയും. ആ 4 എണ്ണത്തിൻ്റെതും അതുകൊണ്ട് അങ്ങനെ പഠിച്ചിരിക്കണം. അപ്പോൾ ആ 4 എണ്ണത്തിൻ്റെ സയൻറ്റിഫിക് നെയിം പഠിച്ചു, അവരുടെ 7 കാറ്റഗറീസും പഠിച്ചു. അതുപോലെ നമ്മൾ നേരത്തെ പാന്തറ ടൈഗ്രിസ്, പാന്തറ ലിയോ, പാന്തറ പെർഡസ്, ഇങ്ങനെ 3-4 സയൻറ്റിഫിക് നെയിമുകളൊക്കെ പഠിച്ചു. ഇതൊക്കെ പഠിച്ചു വെക്കുക. സോ ദിസ് ഈസ് അബൌട്ട് ദി തേർഡ് സബ് ടോപ്പിക് ഇൻ ദി ലിവിങ് വേൾഡ്, ദി ടാക്സോണമിക് കാറ്റഗറി. ഓക്കെ, താങ്ക് യു.